ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളെ എങ്ങനെ നമുക്ക് ഗ്രേസ്ഫുള്ളി നേരിടാം എന്നതിനെക്കുറിച്ചാണ് കേട്ടോ. പലപ്പോഴും നമ്മൾ പല സമയത്തും നമ്മൾ തെറ്റില്ലാണ്ട് തന്നെ നമ്മളെ തന്നെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നും. പല സമയത്തും നമ്മുടെ മനസ്സ് വിഷമിച്ച് പോകാറുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് നമ്മളെ തന്നെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെടുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് പെട്ടെന്നൊന്ന് കാമായിട്ടിരിക്കുക, എന്നിട്ട് ഒന്ന് ഡീപ് ബ്രീത്ത് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് റിയാക്ട് ചെയ്യണമെന്നായിരിക്കും നമുക്ക് ആദ്യം വരുന്നൊരു തോട്ട്. പക്ഷേ അങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നത് എന്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളെ അത്രയും ഹേർട്ട് ചെയ്യുന്നൊരു കാര്യം പറയുമ്പോൾ, നമ്മൾ ചെയ്യാത്തൊരു കാര്യം പറയുമ്പോൾ നമ്മൾക്കും നമ്മളെ തന്നെ ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടാവും, റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടാവും. അത് ഹ്യൂമൻ നേച്ചറാണ്. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ പിന്നീട് റിഗ്രറ്റ് ചെയ്യുന്ന എന്തെങ്കിലും പറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ആ ഒരു ടൈമിൽ ജസ്റ്റ് ഒന്ന് ഒരു ബാക്ക് ഔട്ട് ചെയ്തിട്ട് ഒന്ന് ഡീപ്പ് ബ്രീത്ത് ചെയ്യുക, ഒന്ന് കാമായിട്ടിരിക്കുക. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ അത് നമ്മുടെ മെച്യൂരിറ്റിയാണ് കാണിക്കുന്നത്. അതുപോലെ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ബെറ്റർ ഹാൻഡിൽ ചെയ്യാനും നമ്മളിങ്ങനെ ചെയ്യുന്നതിലൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ എടുത്തു ചാടി നമ്മൾ പറയുന്ന ആൾക്കാരെ ഇൻറ്ററപ്റ്റ് ചെയ്ത് നമ്മുടെ ഭാഗം പറയാൻ പോകാൻ നോക്കാതെ അവർക്ക് പറയാനുള്ളൊരു സ്പേസ് കൊടുക്കുക, അവർക്കത് മുഴുവനും കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ടൈം കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ്റെ ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ബെറ്ററായിട്ട് റെസ്പോണ്ട് ചെയ്യാനും ആ കാര്യങ്ങളുടെ കെടുപ്പ് മനസ്സിലാവുമ്പോൾ നമുക്കതിനെ കൂടുതൽ ഡിഫെൻഡ് ചെയ്യാനും സാധിക്കും. അതുപോലെ ഈ പറയുന്ന ആളെ തടയാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മൾ കൂടുതൽ തെറ്റുകാരാവുന്ന ഒരു രീതിയിലാണ് ഇൻറ്റർപ്രറ്റ് ആവുക. അപ്പോൾ മാക്സിമം നമ്മൾ അവരെ മുഴുവൻ കേട്ടിട്ട് കാമായിട്ട് തന്നെ മറുപടി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കൊടുക്കാൻ നോക്കുക. അപ്പം ഇങ്ങനെ ഒരു ക്രിട്ടിസൈസ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ അത് പേഴ്സണലായിട്ട് എടുക്കാതിരിക്കുക. യൂഷ്വലി നമ്മളെ ആസ് എ പേഴ്സൺ ആയിരിക്കില്ല അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യത്തിനായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളുടെ ഐഡൻറ്റിറ്റീനെ ഒന്ന് മാറ്റി പിടിച്ചും കൊണ്ട് അതിനെ കാണാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി അതിനെ ബെറ്ററായിട്ട് ഫേസ് ചെയ്യാൻ പറ്റും. ആ ഒരു ടൈമിൽ നമ്മൾ ഓർക്കുക, എല്ലാവരും മിസ്റ്റേക്സ് വരുത്തും അല്ലേ. അപ്പം നമ്മൾ ആ ഒരു ആക്ഷൻ്റെ പേരിലാണ് നമ്മളിത് കേൾക്കേണ്ടി വരുന്നത്, അല്ലാതെ നമ്മളെ ആസ് എ പേഴ്സൺ കുറ്റപ്പെടുത്തുകയല്ല അവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ കേൾക്കുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും, നമുക്ക് നമ്മൾ ചെയ്ത കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താൻ വേണ്ടിയായിരിക്കുമല്ലോ ഈ ക്രിറ്റിസിസം വരുന്നത്. അപ്പോൾ നമ്മളത് ആ ഒരു പോസിറ്റീവ് സെൻസിലെടുത്തിട്ട് നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള നിലയിൽ നമ്മളത് എടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഹേർട്ടാവേണ്ട കാര്യം ഉണ്ടാവില്ല. അതുപോലെ ഇത് കേട്ടിട്ട് നമുക്ക് മുഴുവനും ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ചോദിക്കാമോ, ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കി പറയാമോ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാമ്പിൾ തരാമോ. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കുറച്ചും കൂടി നമ്മളതിനെ ഒരു പോസിറ്റീവ് രീതിയിലാണ് എടുക്കുന്നതെന്ന് നമ്മൾ പറയുന്ന ആൾക്കാർക്കും മനസ്സിലാവും. പിന്നെ കുറച്ചും കൂടി കമ്മ്യൂണിക്കേഷൻ ബെറ്ററായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും, കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആവുകയും ചെയ്യും. അതുപോലെ ഇത് പറയുന്ന ആളുടെ ക്രെഡിബിലിറ്റി ഒന്ന് നോക്കുക. നമുക്കറിയാവുന്ന, നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൽ നല്ലപോലെ നോളേജ് ഉള്ള ഒരാളാണ് പറയുന്നതെങ്കിൽ നമുക്കത് ശരിക്കും കാര്യമായിട്ട് കണക്കാക്കാവുന്നതാണ്. അതല്ല നമ്മളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരാണ് പറയുന്നതെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഇതിന് വലിയ വില കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് പറ്റണം. പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്നതാണോ അതോ കൺസ്ട്രക്റ്റീവായിട്ട് ഫീഡ്ബാക്ക് തരുന്നതാണോ, ഈ രണ്ട് ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളതിനെ എങ്ങനെ എടുക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കുറച്ച് ഹാർഷായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ടതെങ്കിൽ കൂടിയും നമ്മൾ അതിനകത്ത് എന്തെങ്കിലും മീനിങ് ഉണ്ടോ, അതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ, ഇതൊന്നറിയാൻ വേണ്ടി ശ്രമിക്കുക. കാരണം പലപ്പോഴും അത് പ്രസൻറ്റ് ചെയ്ത രീതി ബാഡാണെങ്കിലും അതിൽ ചിലപ്പം നമുക്കുള്ളൊരു സ്കോപ്പ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് കാണും. അപ്പോൾ അത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു വളർച്ചയാണ് അവിടെ ഉണ്ടാവാൻ പോകുന്നത്. എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മെച്യൂരിറ്റീനെ കാണിക്കും. കാമായിട്ടും ഗ്രേസ്ഫുള്ളിയും റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
കുറച്ച് ഹാർഷാണെങ്കിലും നമ്മൾ അവരോട് ഫീഡ്ബാക്ക് തന്നതിന് താങ്ക് യു, ഞാൻ തിരിച്ച് കോണ്ടാക്ട് ചെയ്യാമെന്നോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ തിരിച്ച് സർക്കാസ്റ്റിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫെൻസീവായിട്ട് അങ്ങനെ കുത്തി പറഞ്ഞുകൊണ്ടൊക്കെ സംസാരിക്കുന്നത് വീണ്ടും നമ്മളുടെ ഒരു മെച്യൂരിറ്റി ഇല്ലായ്മയാണ് കാണിക്കുക. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഗ്രേസ്ഫുള്ളി തന്നെ റെസ്പോണ്ട് ചെയ്യുക. അങ്ങനെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് മൊമെൻറ്റിനെ കൂടി നമുക്ക് ഒരു പോസിറ്റീവ് മൊമെൻ്റ് ആക്കി എടുക്കാൻ പറ്റും. പറഞ്ഞ കാര്യം ഒന്നുകൂടി റിഫ്ലക്റ്റ് ചെയ്യുക, അതിലെന്തെങ്കിലും കഴമ്പുണ്ടോയെന്ന് നോക്കുക. എന്തെങ്കിലും സ്കോപ്പ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ചെറിയ സ്റ്റെപ്സ് എടുക്കുക, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അതല്ല നമുക്ക് വലിയ കാര്യമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വിട്ടിട്ട് അടുത്ത കാര്യത്തിൻ്റെ പിന്നാലെ പോകാമല്ലോ. അപ്പം ജസ്റ്റ് ടേക്ക് ടൈം, തിങ്ക് അബൌട്ട് ഇറ്റ്, എന്നിട്ട് ആക്ട് ചെയ്യുക. ഇവർ പറയുന്നത് നമുക്ക് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്രിറ്റിസിസംസ് ആണെങ്കിൽ നമ്മളത് സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ അവരോട് പറയാം, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഫീഡ്ബാക്കാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നമ്മൾ കാര്യം പറയുക. എല്ലാ നെഗറ്റിവിറ്റിയും നമ്മൾ താങ്ങേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ക്രിറ്റിസിസംസ് ആണെങ്കിൽ നമുക്ക് അവിടെ അതിന് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാം. നമ്മളതിനെ കൂടുതൽ ലെറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആളും ക്രിറ്റിസിസം ഫേസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ തന്നെ നമ്മൾ വളരുന്നത്. നമ്മൾക്ക് പറ്റിയ മിസ്റ്റേക്സ് ചൂണ്ടിക്കാട്ടാൻ ആളുണ്ടാവുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തി അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ വളരുന്നത്. നമ്മൾ ഓപ്പണായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ലേൺ ചെയ്യാൻ, പുതിയ കാര്യങ്ങൾ നമ്മൾ മാറ്റങ്ങൾ വരുത്താനും എല്ലാം നമ്മൾ റെഡിയാണെന്നാണ് നമ്മൾ അതിൻ്റെ അർത്ഥം. അപ്പം ഈ അവരുടെ ടോൺ മോശമായി എന്ന് വിചാരിച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പാടെ നമ്മൾ ഒഴിവാക്കാതെ അതെങ്ങനെ നമ്മുടെ വളർച്ചയ്ക്ക് യൂസ് ചെയ്ത് എടുക്കാമെന്ന് ചിന്തിച്ച് മുന്നോട്ട് നീങ്ങുക. അപ്പോൾ ഈ ക്രിറ്റിസിസംസ് എല്ലാം നമ്മളുടെ ഒരു ഗ്രോയിങ് ടൂളായിട്ട് മാത്രം കണക്കാക്കുക. നമുക്ക് കൂടുതൽ നല്ല സജഷൻസ് കിട്ടുമ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണു. അപ്പോൾ അതിൻ്റെ ടോണൊന്നും കണക്കാക്കാതെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഒരുപാട് ദൂരങ്ങൾ മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ക്രിറ്റിസിസംസ് ഹാൻഡിൽ ചെയ്യാം, നമ്മൾ ഡൗൺ ആവാതെ എങ്ങനെ നമുക്ക് ഇങ്ങനത്തെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.